സേക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആരാണ് ചെയ്യുന്നത്? പോട്ടെ കുറച്ച് നാൾ 10 കഴിയട്ടെ, +2 കഴിയട്ടെ, എന്തെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് വിടാം, അങ്ങനെ വിചാരിക്കുന്ന വളരെ ചുരുക്കം വിഭാഗം ആൾക്കാരൊഴികെ ബാക്കിയുള്ള എല്ലാവരും മക്കളുടെ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നാളെ ഇവർ പാരൻസ് റിട്ടയർ ആവുന്ന സമയമാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ പാരൻസ് കുറച്ചുകൂടി ഏർലി സ്റ്റേജിൽ തന്നെ അവരെ റെസ്പോൺസിബിലിറ്റീസ് മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ മക്കളൊരു സെറ്റിൽ ആവണം എന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. +2 കഴിഞ്ഞൊരു കുട്ടിക്ക് അയാൾക്ക് സിവിൽ സർവീസ് ആണ് ആഗ്രഹമെങ്കിൽ പാരൻസിന് ഏറ്റവും നല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ഇപ്പം തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടീനെ നമ്മൾ വേറൊരു ഡിഗ്രിക്ക് വിട്ടിട്ട് കുറച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം. കാരണം ചിലപ്പോൾ ആ സമയത്തേക്ക് കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇവിടെ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഓൾമോസ്റ്റ് തുല്യരായിട്ടുള്ള ആളുകളാണ്, ക്ലാസ്മേറ്റ്സ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും ഓൾമോസ്റ്റ് എല്ലാവരും തുടക്കത്തിൽ തന്നെ തുടങ്ങുന്ന ആൾക്കാർ. അപ്പോൾ ഒരേ രീതിയിൽ നമുക്ക് പോവാം, ഒരേ രീതിയിൽ. അതൊരു ഡിസ്ട്രാക്ഷൻ വരുന്നില്ല, ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നില്ല, ഒരു ഡിഫറൻസ് അവിടെ വരുന്നില്ല. നമ്മളെല്ലാം ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപോലെ പോകുന്ന ആളുകൾ. ക്യൂരിയോസിറ്റി ആയിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ കോഴ്സിൻ്റെ പേര് ഡിഗ്രി പ്ലസ് IAS എന്നാണ്. ശരിക്ക് ഈ സർവീസ് IAS മാത്രമാണോ? അല്ല, നമുക്ക് മൊത്തം എന്തുകൊണ്ടായിരിക്കും ആ പേര് കൊടുത്തിട്ടുണ്ട്? അതെ, 23-24 സർവീസ് ഉണ്ട് അല്ലേ. IPS ഉണ്ട്, IFS ഉണ്ട്, IRS ഉണ്ട്, ഒരുപാട് സർവീസുകളുണ്ട്. ഇപ്പം മുഴുവൻ പേരുകളിലേക്ക് ഓർഡറിലേക്ക് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. IDAS ഉണ്ട്, ഡിഫൻസ് അക്കൗണ്ട് സർവീസ് ഉണ്ട് അല്ലേ, നമ്മുടെ ട്രേഡ് സർവീസ് ഉണ്ട്. ഏകദേശം 23 സർവീസുകളുണ്ട്. അതെ, ഇത്രയും സർവീസ് ഉണ്ട്. പക്ഷേ IAS എന്ന് പറയാനുള്ള 2 റീസൺസ് ആണ്. ഒന്ന്, ഈ പറഞ്ഞ എല്ലാ സർവീസുകളും യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ 23 സർവീസും അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. പക്ഷെ അത് IAS നിന്നത് ഒറ്റ സർവീസിന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും, ഇവൺ IPS ആണെങ്കിലും, IPS വരുന്നൊരു ഓഫീസർ അയാൾ മാനേജറിയൽ പൊസിഷനിലേക്കാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഒരു IPS ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാനേജർ. ഇപ്പോൾ IPS കാരന് ഒരു ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നതിനുപരി ഒരു സബ് ഇൻസ്പെക്ടർ എക്സാമിന് ഉള്ളത് പോലുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ അവിടെ ഇല്ല. കാരണം ഫിസിക്കൽ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ മാനേജറിയൽ സ്കില്ലാണ് അവർക്ക് ആവശ്യം. കാരണം ഒരു SP റാങ്ക് മുതൽ അങ്ങോട്ടേക്ക് ഒരു ഫീൽഡ് ആക്ടിവിറ്റിയിലേക്ക് വരുന്നില്ല. നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഗണ്ണെടുത്തിറങ്ങില്ല, അതൊന്നും SP റാങ്കിലുള്ള ആളുകൾക്ക് ചെയ്യുന്നില്ല. അത് മാനേജറിയൽ റാങ്കാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. കാരണം IPS ഓഫീസേഴ്സ് പോലീസിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, വേറെ ചില ഗവൺമെൻറ് PSUs, പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്സിലൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ. കാരണം അതിൻ്റെയൊക്കെ ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ. കാരണം അത് മാനേജറിയൽ ലെവലാണ്. ഈവൻ റവന്യൂ സർവീസിലാണെങ്കിലും എല്ലാത്തിലും അഡ്മിനിസ്ട്രേഷൻ ലെവൽ തന്നെയാണ് ഈ പറഞ്ഞ നമ്മുടെ സിവിൽ സർവീസ് ഓഫീസേഴ്സ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തം സർവീസിന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയാം. ഒന്നത് കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്നൊരു കാര്യമാണ് IAS അല്ലേ. IAS എന്ന് പറഞ്ഞാൽ അറിയാം. ഇപ്പോൾ IPS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാൾ സുരേഷ് ഗോപി വന്നതിന് ശേഷമാണ് IPS എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്ന് തന്നെ നമ്മൾ അറിയുന്നത് അല്ലേ. അതിന് മുമ്പേ നമുക്ക് IAS അറിയാം, IAS ഓഫീസർ. കാരണം നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ചൊല്ലാണ്, നീ IAS-നാണോ പഠിക്കുന്നത്, IPS-നാണോ പഠിക്കുന്നത് ആരും ചോദിക്കാറില്ല. ഓക്കെ, അവർ പഠിക്കുന്നത് ചിലപ്പോൾ ഇതിനാണെങ്കിലും IAS-ന് പഠിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുക എന്നുള്ളതും അതുപോലെ പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്ത് വരുന്നൊരു ടേമും ആയതുകൊണ്ടാണ് നമ്മൾ IAS ഡിഗ്രി പ്ലസ് IAS എന്ന് കൊടുക്കാൻ കാരണം. ശരിക്കും ഇത് ഡിഗ്രി പ്ലസ് IAS അല്ല, IAS പ്ലസ് ഡിഗ്രിയാണ്. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്താണ് നമ്മൾ IAS-ന് വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിൽ ഡിഗ്രി കോഴ്സ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഡിഗ്രി പ്ലസ് IAS എന്ന് കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഡിഗ്രി പ്ലസ് IAS-ലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നൊരു കുട്ടി, പ്രത്യേകിച്ച് ചില പാരൻസ് ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവുമല്ലോ, അവർക്ക് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളാണ്. ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കുട്ടികൾ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ BA സോഷ്യോളജി ഹോണേഴ്സ് ഡിഗ്രി ഉണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇത് നേരത്തെ പറഞ്ഞ സിവിൽ സർവീസിന് ഉപകാരമുണ്ട്, അത് ശരിയാണെന്ന് മനസ്സിലാക്കി. പക്ഷേ സയൻസ് കുട്ടിക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരും. അതുപോലെ ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്ന ഈ കോഴ്സിൽ ഈ സയൻസ് എടുത്ത കുട്ടികളുണ്ടോ? അങ്ങനെയാണെങ്കിൽ സയൻസ് എടുത്ത കുട്ടികൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയാണത്? ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ കാണാം, ഡോക്ടേഴ്സിനെ കാണാം, എഞ്ചിനീയേഴ്സിനെ കാണാം, സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണാം. നമുക്ക് ഒരുപാട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആസ്പിരൻസ് ഈ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ എങ്ങനെ അത് പഠിച്ചെടുത്തു? അവരിത് പഠിച്ചെടുത്തത് കൊണ്ടാണല്ലോ അത് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സർവീസിൻ്റെ സിലബസിലുള്ള ഒരു സബ്ജക്റ്റ് പോലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നില്ല പഠിക്കാൻ. ഒരു സബ്ജക്റ്റ് പോലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. ഹിസ്റ്ററി പഠിക്കാൻ നമുക്ക് അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് കഥ പഠിക്കുന്ന പോലെ പഠിക്കാം അല്ലേ. ഹിസ്റ്ററി പഠിക്കുന്നത്, ജോഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ടും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്നില്ല, ആർട്സ് സബ്ജക്റ്റാണ്. എക്കണോമി പഠിക്കാൻ വേണ്ടി നമ്മൾ കൊമേഴ്സിൽ വലിയ എക്സ്പേർട്ട് ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല. കാരണം നമ്മളിത് സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവുക എന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവല്, ഇത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് ഇത് എങ്ങനെയാവുന്നു, നമ്മൾ ജനറൽ പെർസ്പെക്റ്റീവിലാണ്. ഇപ്പോൾ എക്കണോമിയിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള ടാക്സുകളുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു.
പക്ഷേ ടാക്സ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണോ? വേണ്ട, ആവശ്യമില്ല. അതിനിവിടെ എക്സ്പെർട്ടുകൾ, അതിന് എക്സ്പേർട്ടുകളുണ്ട്. ഓക്കെ, നമ്മൾ ജി ഡി പി ഗ്രോത്ത്, ജി ഡി പി ഡിഫറൻറ്റ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നു. പക്ഷേ ജി ഡി പി നമ്മൾ കാൽക്കുലേഷൻ ലെവലിലേക്ക് എത്തണോ? വേണ്ട. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നമ്മളറിയും, പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകണോ? വേണ്ട. നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റ് പോലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഏതൊരു വ്യക്തിക്കും ഗ്രൗണ്ട് അതായത് സ്ക്രാച്ച് ലെവലിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന സിലബസാണ് UPSC. കാരണം ഇപ്പം നമ്മളിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു, +2 വരെ സയൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സയൻസിൽ തന്നെ ഡിഗ്രി എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് വന്ന് UPSC എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ സയൻസ് അവിടെ ആവശ്യമുണ്ട്, അതവിടെ നിർത്തി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ UPSC എടുക്കുന്നില്ലേ, അതിന് UPSCക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഡിഗ്രി സബ്ജക്റ്റ് എടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അത് കുറച്ചും കൂടി സാധ്യതകൾ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളിൽ ഒരു 50% തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ, ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ സയൻസ് എടുത്തു ഞാൻ പെട്ടുപോയി, സയൻസ് എല്ലാവരും പറയുന്ന കേട്ട് ഞാൻ എടുത്തു, എനിക്ക് പണ്ടേ ആഗ്രഹം UPSC ആണ്, അതുകൊണ്ട് ഞാനിപ്പം ഇതിലേക്ക് വന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട്. സയൻസ് താല്പര്യം ഇല്ലാണ്ട് എടുത്ത കുട്ടികളുണ്ട്. സയൻസ് താല്പര്യത്തോടെ എടുത്തു, ലൈക്ക് MBBSന് വേണ്ടി ട്രൈ ചെയ്തു. ഇത് നമ്മുടെ എൻട്രൻസ് എക്സാം എഴുതി കിട്ടിയില്ല, നീറ്റ് എക്സാം എഴുതി കിട്ടിയില്ല. അപ്പോൾ ഡോക്ടറെക്കാളും കുറച്ചുകൂടി വലിയൊരു പൊസിഷൻ, കലക്ടർ ആവണം. അതുകൊണ്ട് സിവിൽ സർവീസിന് വന്ന കുട്ടികളുണ്ട്. അപ്പോൾ സയൻസ് എടുത്തു എന്നുള്ളത് ഒരിക്കലും ഒരു ലൈക്ക് കുറവല്ല, കുഴപ്പമല്ല. ലൈക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി സബ്ജക്റ്റ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ലെവൽ പ്ലേയിങ് ഫീൽഡാണ് സിവിൽ സർവീസ്. ഈ ഡിഗ്രി പ്ലസ് ഐസ് ആണെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച കുട്ടിക്കും ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്, ഈക്വൽ ചാലഞ്ചാണ്. ഓക്കെ, ഇനിയിപ്പോൾ സോഷ്യോളജി സബ്ജക്ട് ഡിസിപ്ലിൻ അല്ലാതെ ഇപ്പോൾ ഒരു സോഷ്യോളജി എടുത്ത കുട്ടിയാണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് എടുത്ത കുട്ടിയാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു എലക്റ്റീവ് സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഈ എലക്റ്റീവ് സബ്ജക്റ്റുകളിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ കാര്യം? അതെ, ഓപ്ഷണൽ സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞു. അതുകൂടാതെ മറ്റേതെങ്കിലും സബ്ജക്റ്റുകൾ? ഓക്കെ, ഡിഗ്രിയുടെ എലക്റ്റീവ് സബ്ജക്റ്റുകൾ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രീൻ്റെ എലക്റ്റീവ് സബ്ജക്റ്റുകൾ പറയാം. സിവിൽ സർവീസിൻ്റെ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്കറിയാലോ. നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പോളിറ്റി, എൻവറോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, പ്രിലിംസിന് വേണ്ടിയിട്ട്. ഇനി മെയിൻസിനാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ വേൾഡ് ഹിസ്റ്ററി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ്, സൊസൈറ്റി സോഷ്യൽ ഇഷ്യൂ, ഇൻറ്റേർണൽ സെക്യൂരിറ്റി പോലുള്ള സബ്ജക്റ്റുകൾ. ഫസ്റ്റ് ഇയറിൽ ഇവർക്ക് 2 സബ്ജക്റ്റുകളാണ് വളരെയധികം, 3 സബ്ജക്റ്റുകളാണ് ഇവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരു സബ്ജക്റ്റ് സപ്പോർട്ടീവായിട്ട് വരുന്നത്. അതിൽ ഒരു സബ്ജക്റ്റാണ് ഗവേണൻസ്. കോളേജിലോ സ്കൂളിലോ ഇല്ല, പഠിച്ചിട്ടില്ല. ഓക്കെ, ഗവേണൻസ് ലൈക്ക് ഗവേണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗവൺമെൻറ്റിൽ ഭരണം എങ്ങനെ നടക്കുന്നു, അതായത് ഭരണഘടനയല്ല, ഭരണം എങ്ങനെ നടക്കും. ഓക്കെ, ന്യൂ ഏജ് ഗവേണൻസ് പോലുള്ള സബ്ജക്റ്റുകൾ ഫസ്റ്റ് ഇയറിൽ. ഗവേണൻസ്. സെക്കൻഡ് സബ്ജക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ദുരന്ത നിവാരണം. നമ്മൾ വാർത്തയിൽ അറിവ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സിവിൽ സർവീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. കാരണം പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇടക്കിടക്ക് ദുരന്തം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡിസ്ട്രിക്ട് ലെവൽ ചെയർമാനാണ് ഡിസ്ട്രിക്ട് കളക്ടർ. അതെ, ഫസ്റ്റ് ലൈനിൽ ഉണ്ടാവേണ്ട ആൾക്കാരാണ് IAS IPS ഓഫീസേഴ്സ്. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ അവധി പ്രഖ്യാപിക്കുന്നത്, അതെ, അത് നമുക്ക് അത് ഒരു തരത്തിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ദുരന്തം വരാതിരിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ദുരന്ത നിവാരണത്തിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ ചെയർമാൻ ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എൻവറോൺമെൻറ്റ് ആൻഡ് എക്കോളജി ഫസ്റ്റ് ഇയറിലുള്ളതാണ്. നമുക്ക് സിവിൽ സർവീസിന് വരുന്നുണ്ട് എൻവറോൺമെൻറ്റ്, എക്കോളജി. അപ്പോൾ ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സിവിൽ സർവീസിലേക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ്, അതൊക്കെ PGയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, നമ്മൾ PG ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഇറങ്ങുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു 3 സബ്ജക്റ്റ് ഇവർ ഫസ്റ്റ് ഇയറിൽ പഠിക്കുക. ഫസ്റ്റ് ഇയറിൽ തന്നെ +2 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർഷം ഈ 3 സബ്ജക്റ്റ് ഇവർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് ഇയറിൽ വരുമ്പോഴേക്ക് ഗവേണൻസിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്, ഗവേണൻസ്. പിന്നെ ഒരു സബ്ജക്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അത് പഠിക്കുന്നുണ്ട്. പിന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, അത് നമുക്ക് സിവിൽ സർവീസിന് യൂസ് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. ഇത്രയും എലക്റ്റീവ് സബ്ജക്റ്റുകളുണ്ട് നമുക്ക് ഇതിൽ. പിന്നെ ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും എലക്റ്റീവ് സബ്ജക്റ്റ് ഉണ്ട്. അതായത് കോർ സബ്ജക്റ്റ് കൂടാതെ ഡിഗ്രിക്ക് ഇത്രയും എലക്റ്റീവ് സബ്ജക്റ്റ് ഉണ്ട്, UPSCക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ആവുന്നത്. അതുകൊണ്ടാണ് ഇത് അലൈൻഡ് ആണെന്ന് പറയുന്നത്. അതെ, കാരണം ഒരു സബ്ജക്റ്റ് പോലും നമുക്ക് യൂസ് ഇല്ലാത്തതില്ല. പക്ഷേ ഇത് വെറുതെ പഠിക്കണമല്ലോ, എങ്ങനെയെങ്കിലും ഈ സബ്ജക്റ്റ് ഒന്ന് പഠിച്ചിട്ടൊന്ന് പാസ്സായിട്ട് വേണമല്ലോ ഡിഗ്രി കിട്ടാൻ എന്നതല്ല. അതായത് റാൻഡം ഡിഗ്രി അല്ല, റിസർച്ച് ഓറിയന്റഡ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സ്. അതെ, അതായത് നമുക്കിപ്പോൾ എലക്റ്റീവ് ഏത് വേണമെങ്കിലും എടുക്കാം, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത് ഓരോ സബ്ജക്റ്റും നമുക്ക് UPSCക്ക് യൂസ് ആവണം എന്ന നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇന്ന് സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്റ്റ്ലി നമുക്ക് UPSCക്ക് യൂസ് ആവുന്നതാണ്. കാരണം ഫസ്റ്റ് ഇയറിൽ ഗവർണൻസ് പഠിച്ചൊരു കുട്ടിക്ക്, സെക്കൻഡ് ഇയറിൽ ഗവർണൻസ് പഠിച്ചൊരു കുട്ടിക്ക് പിന്നെ UPSCക്ക് വേണ്ടി ഗവർണൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി അത് അത്രയും ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. സബ്ജക്റ്റ് എടുക്കുന്നതും UPSC ഫാക്കൽറ്റീസ് ആണ്. അപ്പം UPSC പെർസ്പെക്റ്റീവിലാണ് നമ്മൾ
ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്, ഡിസാസ്റ്റർ അതാണ് മാനേജ്മെന്റ്. ഈ പറയുന്ന പോലെ ഇപ്പം നമ്മുടെ തേർഡ് ഇയർ ഇപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ ആൻസറും നമ്മുടെ ഇപ്പം നിലവിൽ UPSC വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് കാണാൻ പറ്റുന്നത് നമുക്ക്. അതായത് ഇപ്പം ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് നമുക്കിപ്പോൾ ആൽക്കമിയിൽ 1 ഇയറിൻ്റെ UPSC പ്രോഗ്രാം ഉണ്ട്. 1 ഇയർ UPSC ക്ലാസ്സുകൾ വേറെ സാധാരണ ഏതൊരു IAS ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ 1 ഇയറിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കുട്ടിയുടെ ഒരു ആൻസറും, അതായത് നമ്മൾ ആൻസർ റേറ്റിങ്ങിൽ കാണുന്ന ഒരു ആൻസറും അല്ലെങ്കിൽ അവരുടെ ലൈക്ക് മാർക്കും നമ്മുടെ ഡിഗ്രി പ്ലസ് IASൽ വരുന്ന കുട്ടികളുടെ മാർക്കും വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിയിൽ ആൻസറിൻ്റെ കാര്യത്തിൽ, നമ്മൾ ആൻസർ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പരിധിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ ഡിഗ്രി പ്ലസ് IASലെ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവരെക്കാൾ നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവരത്രയും ലോങ് പ്രോസസ്സിൽ കൂടെ റിഫൈൻഡ് ആയി വന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് എടുത്ത് കാണിക്കാം. നമ്മൾ ഡിഗ്രിയിൽ വേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ പോലും ശരിക്കും എഴുതിയിട്ടുണ്ടാവില്ല. യൂണിവേഴ്സിറ്റി എഴുതുന്ന പോലെ അതെ കത്തിയടിച്ച് എഴുതുന്ന രീതിയായിരിക്കും. അത് UPSCക്ക് നടക്കില്ല. നമുക്ക് ഈ പറഞ്ഞ നമ്മള് എയർ കയറ്റാൻ 150 വേർഡ്സിൽ എഴുതാന്ന് പറയുന്നത് നമുക്ക് കണ്ടന്റ് വരില്ല. കാരണം അത്രയും കാര്യങ്ങൾ വെറുതെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പാവ ഇത്ര എഴുതി വെച്ചാൽ മാർക്ക് തരാന്നിട്ട് ഒരു 5 മാർക്ക് ഇട്ട് തരുന്ന പരിപാടി UPSCക്ക് ഇല്ല. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ മാത്രമേ അവർക്ക് ലൈക്ക് മാർക്ക് വരുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ആൻസർ റേറ്റിംഗും വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പഠിച്ച് വരുന്നൊരു കുട്ടിക്ക് നമുക്ക് ജസ്റ്റ് 1 ഇയർ പഠിച്ച കുട്ടികൾക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ ഡിഗ്രി പ്ലസ് IAS തന്നെ ഇൻ്റർവ്യൂ ലെവലിൽ എത്തിയ കുട്ടികളുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, ആദ്യത്തെ ഇതിൽ തന്നെ ഇൻ്റർവ്യൂ ലെവലിലേക്ക് എത്തിയ കുട്ടികളുണ്ട്. ഇപ്പം നമ്മൾ ലൈക്ക് പാസ്സാവാൻ അത്രയും സാധ്യതയായിട്ട് നമുക്ക് തോന്നുന്ന കുറേ കുട്ടികളുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ 1 or 2 ഇയർ സെപ്പറേറ്റ് കോച്ചിങ് എടുത്ത കുട്ടികളെക്കാൾ കൂടുതൽ സാധ്യത നമുക്ക് തോന്നുന്നുണ്ട്. അതെ. ഇനി അടുത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസുകളുണ്ട്, ഓൺലൈൻ കോച്ചിങ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഡിഗ്രി പ്ലസ് IAS ആൽക്കമി IASൻ്റെ കുറച്ചുകൂടി ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആണ്. ഒരു 3 ഇയർ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽക്കമി IAS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് റെഗുലർ ആയിട്ടിരുന്ന് ഇപ്പം കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവർ ഓൾറെഡി സ്റ്റുഡൻസ് ആണ്. കേരളത്തിന്റെ അല്ല, നമുക്ക് ഇന്ത്യയുടെ തന്നെ കൂർഗ് ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പം ഇങ്ങനെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളവർ ആൽക്കമിയിൽ വന്ന് പഠിക്കുന്ന ഒരു ഓഫ്ലൈൻ സിസ്റ്റത്തിനുള്ളിലാണ് പഠിക്കുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഒരു ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമാണ്, അതായത് സബ്ജക്റ്റ് മാത്രം ഡെലിവറി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഓക്കെയാണ്. കാരണം ജസ്റ്റ് ഒരു 1 or 2 hour ക്ലാസ്, ഡെയിലി ഒരു 2 hour ക്ലാസ് ഓൺലൈനിൽ കണ്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റം ഓക്കെയാണ്. പക്ഷെ നമ്മളിവിടെ ക്ലാസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഈ കുട്ടികൾക്ക് അവർക്ക് അവരുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നൊരു കാര്യം ഒരു പരിധി വരെ അവർക്ക് അവൈലബിൾ ആയിരിക്കണം. കാരണം ഇവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രായം ഇതാണ്. സ്കൂളിൽ പഠിച്ചതിന് ശേഷം പുതിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു, പുതിയ ആൾക്കാരായിട്ടുള്ള കൾച്ചറുകൾ നമ്മൾ മനസ്സിലാക്കുന്നു, പുതിയ ചലഞ്ചുകൾ അവർ ഫേസ് ചെയ്യുന്നു. മേ ബി ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഞാൻ ആദ്യം സ്വന്തം തുണി വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ് ആദ്യമായിട്ട്. അല്ലെങ്കിൽ ലൈക്ക് ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പഠിക്കുന്നത് കാരണം നമുക്ക് വീട്ടിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. വീട്ടിൽ നമ്മൾ പാമ്പേർഡ് ചൈൽഡായിട്ടിരിക്കും. അപ്പം അവിടെ എത്തുമ്പോഴാണ് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചത് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം. അല്ലേ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്, വീട്ടിൽ നമ്മൾ സ്ഥിരം കിട്ടുന്ന ടേസ്റ്റ് അല്ല, പുതിയൊരു ഫുഡ് വന്നു. എങ്ങനെ ജീവിക്കണം നമ്മൾ പഠിച്ചത് ഈ ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ്. അല്ലേ, അപ്പം അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൂടിയാണ്. അതായത് കുട്ടികളിപ്പോൾ ദൂരെ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ വന്നിരുന്ന് പഠിക്കുക. കാരണം അവർ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പം നമ്മുടെ ചില പ്രോഗ്രാമുകളാണ് നമ്മളെ കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷൻ. അതായത് ന്യൂസ് പേപ്പറിൽ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ലൈക്ക് അത് പ്രസൻറ്റ് ചെയ്യുക. ഒരാൾ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നു ആ രീതിയിൽ. അതേപോലെ നമ്മുടെ സെമിനാറുകൾ, എൻ്റെ പെർസ്പെക്റ്റീവ്സ് ഞാൻ അവിടെ അവതരിപ്പിക്കണം. അപ്പോൾ അതുവഴി എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നു, എൻ്റെ ഒപ്പീനിയൻ കേൾക്കാനും ഡിസ്കസ് ചെയ്യാനും അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ. ശരിയാ, കാരണം നമ്മുടെ +1 +2 പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ സിവിൽ സർവീസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കോടി പറയാൻ പറ്റില്ല, ഇല്ല ഞാനോ ആ രീതിയിലായിരിക്കും. ഇവിടെ 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേരും സിവിൽ സർവീസ് നല്ലൊരു പിയർ ഗ്രൂപ്പ് സിവിൽ സർവീസ് കൾച്ചർ ഉണ്ടെന്ന് തന്നെ. യെസ്, നമ്മളിപ്പോൾ പറയാറില്ലേ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ പീപ്പിൾ സെയിം ഗോൾ എന്ന് പറയും. ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടണം, എന്നാലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മളത് ഡീവിയേറ്റ് ആയി പോകും. അതായത് ഇപ്പോൾ എനിക്ക് സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ്റെ ആഗ്രഹം UK പോയി സെറ്റിൽ ആവണം. ഓക്കെ, വേറൊരു പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ലൈക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ബിസിനസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ എന്തായിരിക്കും, മറ്റേ പുള്ളി UK പോയാൽ കിട്ടുന്ന ലൈഫിനെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ, ഇന്ത്യയിൽ നിൽക്കണോ UK പോകണം, എൻ്റെ മൈൻഡിൽ വരും അത് ഓട്ടോമാറ്റിക്കായി കൺഫ്യൂഷനായി. മറ്റൊരാൾ പറയുന്നത് ബിസിനസ്സിൽ നീ ഗവൺമെൻറ് ജോബിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് എന്താ കാര്യം, ബിസിനസ്സിലേക്ക് ഇറങ്ങും, നിനക്ക് ഒരു മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കാം.
ബിസിനസ്സിൻ്റെ ഐഡിയ ആയിരിക്കും ആ പുള്ളിയുടെ, അത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന ബിസിനസ്സിൻ്റെ ഐഡിയ ആയിരിക്കും. അപ്പോൾ ഞാനും ചിന്തിക്കും, ഓ ശരിയാണല്ലോ. കാരണം ഗവൺമെൻറ് ജോബിൽ നമുക്ക് ചിലപ്പോൾ മാക്സിമം നമുക്ക് സിവിൽ സർവീസിൽ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു 1 ലാഖിൻ്റെ അടുത്ത് സാലറിയാണ് തുടക്കത്തിൽ കിട്ടുക. അപ്പോൾ നമ്മൾ DA ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അത് റിട്ടയർ ആകുന്ന സമയത്ത് ഒരു 5 ലാഖിൻ്റെ അടുത്ത് സാലറി കിട്ടും. പക്ഷേ ഈ 5 ലാഖ് ഒരു ഡീല് കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാം എന്നൊരാൾ പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എന്നാൽ പിന്നെ അതിലേക്കൊന്ന് ആലോചിച്ചാലോ. അവിടെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി, നമുക്ക് കോൺഫിഡൻസ് മാറി. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതിന് വേണ്ടി പഠിക്കണോ ബിസിനസ് ചെയ്യണോ, അല്ലെങ്കിൽ UK പോകണം. അപ്പോൾ അതൊരു ഡിസ്ട്രാക്ഷനാണ്. ഒരു ടീനേജറെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു യങ് ഏജിലുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു ഡിസ്ട്രാക്ഷനാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലൊരു ഡിസ്ട്രാക്ഷൻ അവിടെ വരുന്നില്ല, വേറൊരു സെക്കൻഡ് തോട്ട് അവിടെ വരുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഒന്നും മാത്രമേ. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം എന്തായാലും നമ്മൾ എടുത്തേ പറ്റുമെന്നുള്ളത് സിവിൽ സർവീസ് ആണെങ്കിൽ വേറെ ലക്ഷ്യമില്ല, നമുക്ക് ഇത് തന്നെ പറ്റുള്ളൂ. അത് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്നു, എല്ലാവരും ഒരുപോലെ. നമുക്ക് അവർക്കിടയിൽ കോമ്പറ്റീഷനായി, ആര് നന്നായിട്ട് ന്യൂസ് പേപ്പർ അനലൈസ് ചെയ്യുന്നു, ആര് നന്നായി ആൻസർ എഴുതുന്നു, ഈ സബ്ജക്റ്റ് ആര് നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്നൊക്കെ രീതിയിൽ UPSC പഠിക്കുന്ന പോലെ തന്നെ അവിടെയും വേറെ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു നോർമൽ UPSC പഠിക്കുമ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഇപ്പം PG കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ടാവും, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ലൈക്ക് MBBS കഴിഞ്ഞവർ, LLB കഴിഞ്ഞവർ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാർ, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, മാരീഡ് ആയവരുണ്ടാവും, അല്ലേ, ലൈക്ക് ചിലപ്പോൾ ലൈക്ക് ഹൗസ് വൈഫായിട്ട് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പം അവിടെയും നമുക്ക് ഒരു രീതിയിൽ ഡിസ്ട്രാക്ഷൻ വന്നു. അവരുടെ ലൈഫ് സ്റ്റോറി, അവരുടെ ഓരോരുത്തരുടെയും ലൈഫ് വ്യത്യാസമാണ്, ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെയും ലൈക്ക് UPSC ജേർണി ഡിഫറെൻ്റ് ആണ്. നമുക്കൊരാളെ നോക്കിയിട്ട് ഓക്കെ അയാൾ പഠിക്കുന്നില്ല. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരാൾ, ഇപ്പോൾ നമുക്കിവിടെ വീക്കെൻഡ് ക്ലാസ്സസ് ഉണ്ട്, അല്ലേ, വർക്ക് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൺഡേസിൽ മാത്രമായിട്ടുള്ള വീക്കെൻഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാളുടെ UPSC ജേർണി ഡിഫറെൻ്റ് ആണ്, അയാളുടെ പഠിത്തത്തിൻ്റെ ഷെഡ്യൂൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പലരും പല രീതിയിൽ, ഇപ്പോൾ ചില ആൾക്കാരുടെ ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഇപ്പം ഒരു LLB കഴിഞ്ഞ ഒരാൾക്ക് അയാളുടെ ലൈക്ക് പഠിത്തത്തിൻ്റെ രീതി വേറെ രീതിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് പോളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് അയാൾക്ക് കുറച്ചുകൂടി അറിയായിരിക്കും, അയാൾക്ക് ചിലപ്പോൾ ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നത് എക്കണോമിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഓൾമോസ്റ്റ് തുല്യരായിട്ടുള്ള ആളുകളാണ്, ക്ലാസ്മേറ്റ്സ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാവരും തുടക്കത്തിൽ തന്നെ തുടങ്ങുന്ന ആൾക്കാർ. അപ്പോൾ ഒരേ രീതിയിൽ നമുക്ക് പോവാം, ഒരേ രീതിയിൽ. അതൊരു ഡിസ്ട്രാക്ഷൻ വരുന്നില്ല, ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നില്ല, ഒരു ഡിഫറൻസ് അവിടെ വരുന്നില്ല. നമ്മളെല്ലാം ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപോലെ പോകുന്ന ആളുകൾ. പിന്നെ ഇപ്പം ഡിഗ്രി പ്ലസ് IAS എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പം അവരുടെ തീരുമാനങ്ങൾ ചിലപ്പം വേറൊരു കോളേജ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ സിവിൽ സർവീസ് ആയിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പം ഇങ്ങനെ വേറെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതോ സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവർക്ക് പറ്റിയ കോഴ്സുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് നമ്മുടെ ആൽക്കെമി ASൽ എന്തൊക്കെയാണുള്ളത്? അതായത് വേറെ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന കുട്ടി, അല്ലെങ്കിൽ വേറെ ഏതൊരു കോഴ്സ് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കോ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വീക്കെൻഡ് ക്ലാസ്സസ് ഉള്ളത്. അപ്പോൾ അതിന് ഡ്യൂറേഷൻ കുറച്ച് കൂടും. അപ്പം 1 ഇയറിലേക്കുള്ള UPSC കോച്ചിങ് ആണെങ്കിൽ വീക്കെൻഡ്സിൽ നമുക്ക് ആകെ ഒരു സാറ്റർഡേ സൺഡേ മാത്രമാണ് കിട്ടുന്നത്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു ഹ്യൂജ് സിലബസ് 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2 ഇയർ ഡ്യൂറേഷൻ വരും. ക്വാളിറ്റി ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അതെ, നമുക്ക് വേണമെങ്കിൽ അത് 1 ഇയറിൽ തീർക്കാം, നമുക്ക് ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റും. പക്ഷേങ്കിൽ ലൈക്ക് അത് എന്താവില്ല, അത് എഫക്റ്റീവ് ആവില്ല. ക്ലാസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഡ്യൂറേഷൻ കുറച്ച് കൂടുക. അങ്ങനെയാണ് അത് 2 ഇയർ കോഴ്സ് വരുന്നത്. ഇപ്പോൾ വീക്കെൻഡ് 2 ഇയർ കോഴ്സ് എൻ്റെ അഭിപ്രായത്തിൽ വളരെ റെയർ ആയിട്ടാണ്. എല്ലാവരും 1 ഇയറിലേക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ ലൈക്ക് 1 ഇയറിലേക്കാണ്, 1 ഇയറിൽ പെട്ടെന്ന് തീർക്കാം. ഇപ്പോൾ ഓൺലൈൻ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ 1 ഇയറിൽ പെട്ടെന്ന് അങ്ങ് തീർക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു പേരിനൊരു കോച്ചിങ് അത്രേ വരുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റുകൾ പോകുന്നില്ല, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഒരേ ക്ലാസ് തന്നെ നമുക്ക് അരമണിക്കൂറിലും തീർക്കാൻ പറ്റും, ഒരു ഫുൾ ഡേ എടുക്കാൻ പറ്റും. ഫുൾ ഡേ എടുക്കുമ്പോൾ എന്താ, കൂടുതൽ നോളജായി, കൂടുതൽ ക്ലാരിറ്റി ആയി, കൂടുതൽ കൺസെപ്റ്റുകൾ നമ്മൾ അതിലെ കൂടെ ആഡ് ചെയ്യുന്ന എക്സാമ്പിൾസ് പഠിക്കാൻ സമയം കിട്ടണം. അതാണ് ലൈക്ക് 1 ഇയറിൽ ഇതിൽ തീർക്കുന്ന പറയുമ്പോൾ അത് അവർക്ക് അത്രയും റഷായി പോകും. കൂടുതൽ കണ്ടന്റ് ലൈക്ക് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കണ്ടന്റ് നമ്മൾ അവരിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കുറയും. അപ്പം അങ്ങനെയാണ് ഒരു 2 ഇയർ പ്രോഗ്രാം വരുന്നത് വീക്കെൻഡ് ആയിട്ടുള്ളത്. ഇനി ഇപ്പം ഒരു +2 ഇപ്പോൾ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. +2 കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ പാരൻസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞുള്ള കുട്ടി, അവർക്ക് സിവിൽ സർവീസാണ് ആഗ്രഹം. അവർ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അവർ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അതിന് ആൽക്കെമി IAS ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? +2 കഴിയുന്നൊരു കുട്ടിക്ക് സിവിൽ സർവീസാണ് ആഗ്രഹമെങ്കിൽ വേറെ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിവിൽ സർവീസിൻ്റെ കൂടെ തന്നെ ഡിഗ്രി എടുക്കുന്ന പ്രോഗ്രാമാണ് ഡിഗ്രി പ്ലസ് IAS. കാരണം ആഗ്രഹം സിവിൽ സർവീസാണ്, പക്ഷെ പിന്നെ അതിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്. അത്രയും ചെറിയ പ്രായത്തിൽ സിവിൽ സർവീസ് പഠിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ നോർത്തിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം
ഇവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. കേരളത്തിലാരും നന്നായിട്ട് പഠിക്കുന്നു എന്നുള്ളതല്ല, ഇന്ത്യയിലാരും നല്ല രീതിയിൽ ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷനാണ്. ഇവൻ ഓൾ ഇന്ത്യ അല്ല, ചിലപ്പോൾ നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറയാം. കാരണം IAS IPS IFS ഒഴികെയുള്ള സർവീസുകൾക്ക് നേപ്പാൾ ഭൂട്ടാൻ എന്നൊക്കെ കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ എക്സാമിനേഷൻ അത് അത്രയും കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം നേരത്തെ തുടങ്ങുന്നു, എത്രത്തോളം ഡീപ്പായി നമ്മളിതിൽ നോളജ് ഗെയിൻ ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ പാസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പാസ്സായി കഴിഞ്ഞു, ഇപ്പോൾ ഈ വർഷം പാസ്സായ കുട്ടികളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ മുമ്പേ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴുള്ള ട്രെൻഡ് അതാണ് പറയാം. അതെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാം. കാരണം UPSC ആണെങ്കിലും യങ് മൈൻഡ്സിനെയാണ് കൂടുതൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് വയസ്സായിട്ടുള്ള ആളുകളെയല്ല. നമ്മൾ സിവിൽ സർവീസിനോട് ചോദിക്കുമ്പോഴും അവർ പൊതുവെ പറയുന്ന അഭിപ്രായം തന്നെയാണ്. അതെ, രണ്ട് മൂന്ന് ബെനിഫിറ്റുകൾ. ഒന്ന്, യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ആ ഒരു എനർജി ലെവൽ, അത് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു അതൊക്കെ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഇവർ റിട്ടയർ ആവുന്ന സമയത്ത്, ഇപ്പോൾ ഒരു 22-23 വയസ്സിൽ സർവീസിൽ കയറുന്ന ഒരാൾ, 21 വയസ്സിൽ സർവീസിൽ കയറുന്ന ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവൈലബിളായ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ അവർ റിട്ടയർ ആവുന്നത്, ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ, അല്ലെങ്കിൽ ലൈക്ക് DGP അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് ഉള്ള സെൻട്രൽ സർവീസിൽ അതിൻ്റെ മേലേക്ക് എത്തുന്ന ഒരു കരിയർ ഗ്രോത്തിൻ്റെ പീക്ക് അവർ റിട്ടയർ ആവുന്ന സമയത്ത് ഒരു സിവിൽ സർവീസ് ഓഫീസർക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഹൈറ്റിൽ എത്തിയിട്ടായിരിക്കും അവർ റിട്ടയർ ആവുന്നുണ്ടാവുക. അത് ലൈക്ക് ഒരു വ്യത്യാസമാണ്. കാരണം എന്ന് വെച്ചാൽ എന്ത് പോസ്റ്റിൽ റിട്ടയർ ആയി, അതിനുശേഷം പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇവൺ പെൻഷൻ, അതിനുശേഷമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അതിൽ ജീവിതം മുഴുവൻ മാറി. കാരണം 60 വയസ്സിൽ തീരുന്നില്ല ജീവിതം, അത് കഴിഞ്ഞാലും പിന്നെയും ചിലപ്പോൾ ജീവിക്കുന്നതിനനുസരിച്ച് ലോകസഭയുടെ സെക്രട്ടേറിയറ്റ്, രാജ്യ സെക്രട്ടേറിയറ്റ് ഇവരൊക്കെ ഫോർമർ സിവിൽ സർവൻസ് ആണ്. ഇനി മിനിസ്റ്റർ എടുക്കാം, അദ്ദേഹം ഫോർമർ IFS ഓഫീസേഴ്സ് ആണ്. ഇത്തരത്തിലൊരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അതായത് പോസ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റുകളും വരുന്നുണ്ട്, അതിനുശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് കമ്മീഷൻസിന്റെ ചെയർമാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പല കമ്പനീൻ്റെ ഡയറക്ടേഴ്സ് ഒക്കെ സിവിൽ സർവൻസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ലൈഫ് അവിടെ തീരുന്നില്ല. കാരണം എന്തായിട്ട് റിട്ടയർ ചെയ്തു എന്നത് ഒരു കാര്യമാണ്. അപ്പം ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് അയാൾക്ക് സിവിൽ സർവീസ് ആണ് ആഗ്രഹമെങ്കിൽ പാരൻസിന് ഏറ്റവും നല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ഇപ്പം തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടീനെ നമ്മൾ വേറൊരു ഡിഗ്രിക്ക് വിട്ടിട്ട് കുറച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം. കാരണം ചിലപ്പോൾ ആ സമയത്തേക്ക് കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ലൈക്ക് ഇപ്പോൾ ഒരു ആസ്പിറേഷൻ ഉണ്ട് ഒരു കുട്ടിക്ക്, അപ്പോൾ ക്യാച്ച് ദം യങ്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, അവരെ ആ ഒരു ഒരു ട്രാക്കിലേക്ക് നമ്മൾ കടത്തി വിടണം. അപ്പം ഓക്കെ, എനിക്ക് IAS ആവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ നോക്കാം മോനെ, നമുക്ക് നീ ആദ്യം ഡിഗ്രി എടുക്ക്, ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് നോക്കാം. ചിലപ്പോൾ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ആസ്പിറേഷൻ മാറി, കുറച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടി വരും, എനിക്ക് IAS ആവണ്ട, എനിക്ക് സിംഗർ ആയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവും. എനിക്കതിലൊന്നും താല്പര്യമില്ല, എനിക്ക് ഗവൺമെൻറ്റിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും ഒരു കുട്ടി വരിക. ശരിക്കും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എവിടെയോ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക്. അതെ, ഈ കുട്ടി ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും ലാസ്റ്റ് പിന്നീട് ഒന്ന് റീകലക്ട് ചെയ്യുക, ഇങ്ങനൊരു ഡ്രീം എനിക്കുണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, എനിക്ക് അന്ന് അതിനുള്ള ലൈക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എവിടെയോ എനിക്ക് ആ ഒരു ഡ്രീം നഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അപ്പോഴേക്ക് ജീവിതവും കുറേ മുന്നോട്ടേക്ക് പോയി, അവരുടെ സമയവും ഒരുപാട് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം ഒരു കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരൻസിന് തോന്നുകയാണ് എൻ്റെ മകൻ ഇതിന് കഴിവുള്ള ഒരാളാണ്, ലൈക്ക് ഇതുപോലൊരു ലീഡർഷിപ്പ് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു ടോപ്പ് നോച്ച് ഓഫീസർ ആവാൻ ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ മകൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഒരു പാരൻറ്റിന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ +2 ശേഷം ഇമ്മീഡിയറ്റ്ലി അവർ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിലേക്ക് വിടുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് പറഞ്ഞു കൊടുത്തിട്ടോ അതിനെക്കൊണ്ട് കാര്യമില്ല. ഡിഗ്രി നമുക്ക് ലൈക്ക് ഡിഗ്രി പാരലലാണ്, ഡിഗ്രി ലൈക്ക് സപ്പോർട്ടിംഗ് ആണ്. അത് UPSCക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3 വർഷത്തെ UPSC കോച്ചിങ്, 3 വർഷത്തെ IAS കോച്ചിങ്, ഒരു എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് പോലെ. എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വലിയ റിസൾട്ട് ഔട്ട്കം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് തന്നെയല്ലേ. എഡ്യൂക്കേഷൻ ലൈക്ക് വെറുതെ ഫോർ ദ സേക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആരാണ് ചെയ്യുന്നത്? പോട്ടെ കുറച്ച് നാൾ 10 കഴിയട്ടെ, +2 കഴിയട്ടെ, എന്തെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് വിടാം, അങ്ങനെ വിചാരിക്കുന്ന വളരെ ചുരുക്കം വിഭാഗം ആൾക്കാരൊഴികെ ബാക്കിയുള്ള എല്ലാവരും മക്കളുടെ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നാളെ ഇവർ പാരൻസ് റിട്ടയർ ആവുന്ന സമയമാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ പാരൻസ് ലൈക്ക് കുറച്ചുകൂടി ഏർലി സ്റ്റേജിൽ തന്നെ അവരെ റെസ്പോൺസിബിലിറ്റീസ് മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ
ലൈക്ക് എന്താ മക്കളൊരു സെറ്റിൽ ആവണം എന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. കാരണം നമ്മുടെ ഈ കോൾസുകൾ അധികം പാരന്റ്സ് വിളിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഡിഗ്രി പ്ലസ് IASന്റെ അന്വേഷണം എൻക്വയറീസ് വരുമ്പോൾ അധികം പാരന്റ്സ് ആണ് കൂടുതൽ അന്വേഷിക്കുന്നത്. കാരണം പാരന്റ്സിന് അവർക്ക് ലൈക്ക് മക്കളെ ഒന്ന് സെറ്റിലാക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ള അവരുടെ മൈൻഡിൽ വരുന്നൊരു കാര്യം. അതും വെറുതെ അങ്ങ് സെറ്റിലാക്കിയാൽ പോരാ, ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണോ കൊടുക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ തന്നെ സെറ്റിലാക്കണം. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എൻ്റെ മകൻ IAS ആവണം, എൻ്റെ മകൻ IPS ആണെന്നൊക്കെ, എൻ്റെ മകൾ IAS ആണെന്നൊക്കെയുള്ള ആഗ്രഹം എല്ലാ പാരൻസിനും ഉണ്ട്. കാരണം ആർക്കതില്ലാതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് പറയാം, സിനിമയിൽ അഭിനയിക്കാനും കലക്ടർ ആവാനും ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ട്, മക്കളാവണം എന്നുള്ള ആഗ്രഹമാണ്. ചിലപ്പോൾ പാരൻസിൻ്റെ നടക്കാതെ പോയ സ്വപ്നങ്ങളായിരിക്കാം, അവർ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർ ഏതോ ഒരു സ്റ്റേജിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാകും, അവർക്ക് ചിലപ്പോൾ അനുഭവിച്ച ഒരു അപമാനമായിരിക്കാം, എവിടെയെങ്കിലും ലൈഫിലൊരു സംഭവിച്ചൊരു അപമാനം. ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർക്കാർ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞ സമയത്ത് അവർക്ക് നേരിട്ട ഒരു അവഗണനയായിരിക്കാം. ഞാൻ എന്ന് ഒരു IAS കാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഗവൺമെൻറ് ഓഫീസർ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു, എൻ്റെ മകന് ഇങ്ങനൊരു ഉണ്ടാവരുത്, അല്ലെങ്കിൽ എൻ്റെ മകനിൽ കൂടെ ഞാൻ ആ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കും, എൻ്റെ മകൻ IAS ആണ് എന്ന ഒരു ചിന്ത ആഗ്രഹം ഉണ്ടാകുമ്പോൾ, കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത്. യെസ് കുട്ടികൾക്ക് ഉണ്ട് ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സ്കൂൾ ലെവലിൽ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് IAS ആണ്, IPS ആണ്. മീഡിയൻ്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിലുണ്ട്. കാരണം യഥാർത്ഥത്തിലുള്ള സിവിൽ സർവീസിൻ്റെ ഒരു ഗ്ലോറി, ആ ഒരു പ്രസ്റ്റീജ് നമ്മുടെ ന്യൂ ഏജ് മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മൂവീസൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പഴയ കാലത്ത് നമ്മുടെ ലൈക്ക് സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ കിങ്ങിലെ മമ്മൂട്ടിയുടെ ആ ഒരു ഇതല്ല, യഥാർത്ഥത്തിലൊരു IAS IPS ഓഫീസറുടെ പവർ മൂവീസിൽ പലപ്പോഴും കൃത്യമായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് ആവണം. ചെറിയ കുട്ടികൾ ചെറിയ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എനിക്ക് കലക്ടർ ആവണമെന്ന് പറയുന്നത്, കാരണം കലക്ടറായിട്ട് ഞാൻ എൻ്റെ സ്കൂളിന് അവധി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് പവർഫുൾ പൊസിഷനാണെന്ന് അവർക്കറിയാം, അതൊരു സ്കൂളിന് അവധി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പവർഫുൾ പൊസിഷനാണെന്ന് അറിയാം. അതാണ് Alchemy IAS, transforming dreams into reality.